Hi students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കോംപ്ലക്സ് ഇന്റഗ്രൽസിന് 1-2 എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് 2 എക്സാമ്പിൾസ് കൂടി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൂഫ്. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഇസഡ് ഡി ഇസഡ് ഇവാലുവേറ്റ് ചെയ്യണം. 2 ഡിഫറെന്റ് വേസിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ parametric coordinates use by using parameters. Second, by the definition z equal to z plus z bar by 2. ആ രണ്ടിലും കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ റിലേഷൻ എന്താണ്, ഒരേ ഇന്റഗ്രലിൽ തന്നെ നമുക്ക് 2 രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കാം. ഇപ്പൊ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞേക്കുന്നത് യൂസിങ് പാരാമീറ്റർ അല്ലേ. അപ്പൊ മോഡ് z ഈക്വൽ ടു r, അവിടെ നമുക്ക് z ഈക്വൽ ടു r e റൈസ് ടു I തീറ്റ എന്ന് എഴുതാമല്ലോ. അതിന് നമുക്ക് r cos തീറ്റ പ്ലസ് IR സൈൻ തീറ്റ എന്ന് എഴുതാമല്ലോ. അവിടെ നിന്ന് x ഈക്വൽ ടു r cos തീറ്റ, y ഈക്വൽ ടു r സൈൻ തീറ്റ. ട്രിവിയൽ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ x dz അല്ലേ. അപ്പൊ എക്സിന് പകരം r cos തീറ്റ, dz ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. IR e റൈസ് ടു I തീറ്റ d തീറ്റ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. r cos തീറ്റ IR e റൈസ് ടു I തീറ്റ d തീറ്റ. അവിടെ നമ്മൾ IR സ്ക്വയർ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തിട്ടു. ഇതൊരു ഓവർ ഒരു സർക്കിൾ ആണെന്നല്ലേ അവര് പറഞ്ഞിരിക്കണേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഇൻ പോസിറ്റീവ് സെൻസ് ഓഫ് ദി സർക്കിൾ എന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പൊ സർക്കിളിന്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാ? 0 മുതൽ 2π വരെ. ഇന്റഗ്രൽ 0 to 2π r cos തീറ്റ IR e റൈസ് ടു I തീറ്റ d തീറ്റ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനെ IR സ്ക്വയർ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to 2π cos തീറ്റ ഇൻറ്റു e റൈസ് ടു I തീറ്റ d തീറ്റ എന്ന് കിട്ടും. അതിൽ നമ്മൾ cos തീറ്റയ്ക്ക് e റൈസ് ടു I തീറ്റയ്ക്ക് പകരം എന്ത് കൊടുത്ത് cos തീറ്റ പ്ലസ് I സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ IR സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π cos സ്ക്വയർ തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ തീറ്റ cos തീറ്റ d തീറ്റ എന്നാവും. ആ cos തീറ്റ അകത്തേക്ക് ഓപ്പൺ ചെയ്താൽ അപ്പൊ IR സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π cos സ്ക്വയർ തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 അല്ലേ. എന്ന് വെച്ചാൽ ബൈ ഡെഫിനിഷൻ സൈൻ 2 തീറ്റ എന്ന് വെച്ചാൽ എന്തുവാ? 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ. അതിൽ നിന്ന് cos സ്ക്വയർ തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 d തീറ്റ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് IR സ്ക്വയർ ഇൻറ്റു നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് 1 പ്ലസ് cos 2 തീറ്റ ബൈ 2 എന്ന് എഴുതി. ഏതിന് പകരം? cos സ്ക്വയർ തീറ്റയ്ക്ക് പകരം. പ്ലസ് I ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 d തീറ്റ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ IR സ്ക്വയർ ബൈ 2 കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയ്ക്കുള്ള ഇന്റഗ്രേഷൻ. അപ്പൊ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ബൈ 2 മൈനസ് I ഇൻറ്റു കോസ് 2 തീറ്റ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2π അല്ലേ. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ IR സ്ക്വയർ ബൈ 2 ഇൻറ്റു 2π പ്ലസ് സൈൻ 2π ബൈ 2 മൈനസ് I ഇൻറ്റു സൈൻ 4π ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് സൈൻ 0 ബൈ 2 മൈനസ് I ഇൻറ്റു കോസ് 0 ബൈ 2. ഇവിടെ സൈൻ 0 ടേമും പോകും, 0 അല്ലേ. സൈൻ 2πയുടെ മൾട്ടിപ്പിൾസും 0 ആണ്. നമുക്ക് ആകെ എക്സിസ്റ്റ് ചെയ്യണത് 2πയുടെ ടേം മാത്രമേ വരത്തുള്ളൂ. അപ്പൊ IR സ്ക്വയർ ബൈ 2 ഇൻറ്റു 2π. 2 ഇൻറ്റു കട്ട് ചെയ്ത് പോയിട്ട് IπR സ്ക്വയർ. ഓക്കെ, ഇത് ഫസ്റ്റ് വേയിൽ ഒരു പാരാമീറ്ററിക് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് x ഈക്വൽ ടു z പ്ലസ് z ബാർ ബൈ 2. നേരത്തെ ക്ലിയർ ആണെന്നല്ല. ഒരേ ഇന്റഗ്രലിനെ തന്നെ നമ്മൾ പാരാമീട്രിക്കലും ചെയ്യണം യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് കോൺജുഗസി. അറിയാമല്ലോ, നമുക്ക് z എന്ന് പറഞ്ഞാൽ x പ്ലസ് iy, z ബാർ എന്ന് പറഞ്ഞാൽ x മൈനസ് iy. അപ്പൊ അത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് x ഈക്വൽ ടു z പ്ലസ് z ബാർ ബൈ 2 എന്ന് എഴുതാമല്ലോ. അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി z ഈക്വൽ ടു x പ്ലസ് iy, z ബാർ ഇസ് ഈക്വൽ ടു x മൈനസ് iy എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ z ഇൻറ്റു z ബാറിന് പകരം മോഡ് z സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ആ മോഡ് z സ്ക്വയറിന് പകരം നമുക്ക് r സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ z ബാർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ബൈ z. z ഇൻറ്റു z ബാർ എന്ന് പറയുന്നത് r സ്ക്വയർ, z ബാറിന് പകരം r സ്ക്വയർ ബൈ z. അപ്പൊ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z പ്ലസ് r സ്ക്വയർ ബൈ z ബൈ 2. അവിടെ നിന്ന് z ബൈ 2 പ്ലസ് r സ്ക്വയർ ബൈ 2z. എക്സിന് വാല്യൂ കിട്ടിയില്ലേ, അതെടുത്ത് ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു r x dz. z ബൈ 2 പ്ലസ് r സ്ക്വയർ ബൈ 2z
dz. So that is z by 2 dz plus integral r square by 2z dz. അല്ലേ? അപ്പോൾ ഈ മോഡ് z equal to r എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് അല്ലേ, z by 2 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ റിസൾട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഇന്റഗ്രൽ 0 ആയി, പിന്നെ എക്സിസ്റ്റ് ആണ് സെക്കൻഡ് ഇന്റഗ്രൽ മാത്രമേ ഉള്ളൂ. തൊട്ടു പിന്നെ നമ്മൾ റിസൾട്ട് പറയുന്നില്ലേ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസും ഓവർ എ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും എന്ന് പറഞ്ഞ് പ്രൂഫ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഇന്റഗ്രൽ 0 ആവണേ. പ്ലസ് ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു മോഡ് z ഈക്വൽ ടു ആർ dz by 2. ആർ സ്ക്വയർ കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ് പുറത്തിട്ട്, പിന്നെ നമുക്കുള്ളത് dz by z അല്ലേ ഉള്ളൂ. ഇനി അതിന് നമ്മൾ ആറിന് ഇപ്പൊ dz by z ആയോ, ഇനി അതിനകത്ത് ആറിന് പകരം ഇസഡിന് പകരം ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പൊ dz എന്നുള്ളത് എന്താവും, IR ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്നാവത്തില്ലേ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ബൈ 2 IR ഇ റേസ് ടു ഐ തീറ്റ ബൈ ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. അവിടെ നിന്ന് ഇ റേസ് ടു ഐ തീറ്റയും ആറും ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് ഉള്ളത് ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഐ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 പൈ ഡി തീറ്റ, ഇത്രയും ഉണ്ടാവും. അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഐ ഇൻറ്റു തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to 2 പൈ, ദാറ്റ് ഈസ് ഐ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. നേരത്തെ കിട്ടിയ ആൻസറും ഇപ്പൊ കിട്ടിയ ആൻസറും നോക്കിക്കുക, രണ്ടും സെയിം തന്നെ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്, ആ ഇന്റഗ്രൽ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. അതല്ലേ ഇത് പറഞ്ഞേക്കുന്നത്. രണ്ടിലും ഐ ഇൻറ്റു പൈ ആർ സ്ക്വയർ തന്നെ അല്ലേ. യൂസിങ് പാരാമെട്രിക് നമ്മൾ ചെയ്താലും യൂസിങ് കോൺജുഗേറ്റ്സ് ചെയ്താലും രണ്ടിലും ഒരേ ആൻസറിലേക്ക് തന്നെയാണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. ഇനി നെക്സ്റ്റ് പറയണത് എന്താ വെച്ചാല്, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ. Assume that f of z is analytic and satisfy the inequality mod f of z minus 1 less than 1 in omega. Show that integral gamma f dash z by f of z dz equal to 0 for any closed interval gamma in omega. The continuity of f dash z is taken for granted. തന്നിട്ടുണ്ട് ഓൾറെഡി f dash z കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്, ഈ മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻ ദ റീജിയൻ ഒമേഗ. പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഗാമ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഇസഡ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് 1 ലെസ് ദാൻ ഒമേഗ 1 ആണ് തന്നിട്ടുണ്ട് ഓവർ ദ റീജിയൻ ഒമേഗ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു സർക്കിള് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഒരു സർക്കിള് സെന്റർ അറ്റ് 1 അതിന്റെ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് ഇസഡിന് നോൺ നെഗറ്റീവ് റിയൽ പാർട്ട് ആയിരിക്കും കിട്ടുക അല്ലേ. എഫ് ഓഫ് ഇസഡ് ഈ സർക്കിളിനകത്താണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയാലേ പറ്റൂ, അത് ട്രിവിയൽ അല്ലേ. ഇനി ഒരു സിംഗിൾ വാല്യൂഡ് അനലിറ്റിക് ഫംഗ്ഷൻ ലോഗ് എഫ് ഓഫ് ഇസഡിനാണെങ്കിൽ ഈ ഒമേഗ ഡിഫൈൻഡ് ഇൻ എഫ് ഓഫ് ഒമേഗ, നമ്മൾ ഈ തന്നിരിക്കുന്ന റീജിയന്റെ എഫ് ഓഫ് ഒമേഗയിൽ ലോഗ് എഫ് ഓഫ് ഇസഡ് ഡിഫൈൻ ചെയ്താൽ ഈ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക്കോ ആയിരിക്കും, എഫ് ഡാഷ് ഇസഡ് അനലിറ്റിക്കോ ആയിരിക്കും. എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ എഫ് ഡാഷ് ഇസഡ് അനലിറ്റിക് ആയിരിക്കും. അതിന് അങ്ങോട്ട് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത മോഡ്യൂൾസിൽ അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി ഈ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണല്ലോ, തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡും കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഡാഷ് ഇസഡ് കണ്ടിന്യൂസ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് ഇസഡ് അനലിറ്റിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഈ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഏത് അനലിറ്റിക് ഫംഗ്ഷന്റെ? ലോഗ് എഫ് ഓഫ് ഇസഡിന്റെ. നിങ്ങൾ ലോഗ് എഫ് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് എടുത്ത് 1 ബൈ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് എന്നല്ലേ വരാം. അപ്പോൾ 1 ബൈ എഫ് ഓഫ് ഇസഡ് ബൈ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നതല്ലേ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ്. അപ്പോൾ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലോഗ് എഫ് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ.
അതുകൊണ്ട് ബൈ ദ തിയറം നമുക്ക് നേരത്തെ റിസൾട്ട് വെച്ചിട്ട് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്റഗ്രൽ ഗാമ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഓവർ എ ക്ലോസ്ഡ് കർവ് ഗാമ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. അതിൽ നമ്മുടെ മെയിൻ റിസൾട്ട്. അപ്പൊ ഇവിടെ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഇന്റഗ്രൽ ഗാമ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് കർവ് ഗാമ. അതല്ലയോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഗാമ എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് കർവ് ഗാമ ഇൻ ഒമേഗ. ഓക്കെ, നമ്മളിത് പ്രൂവ് ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം ഉള്ളതും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് പി ഓഫ് ഇസഡ് ഈസ് എ പോളിനോമിയൽ and C denotes the circle mod z minus a is equal to r. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ സി പി ഓഫ് ഇസഡ് ഡി ഇസഡ് ബാർ കണ്ടുപിടിക്കണം. പി ഓഫ് ഇസഡ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എബൌട്ട് എ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടൈലർ സീരീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു ഇസഡ് മൈനസ് എ പ്ലസ് a2 into z minus a the whole square plus etc plus an z minus a the whole raised to n. Means if p of z defines an nth degree polynomial. അല്ലേ. ഇനി c എന്ന് പറയുന്ന കർവ് ആണല്ലോ mod z minus a equal to r. അപ്പൊ mod z minus a equal to r ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, z equal to a plus r e raised to a theta എന്ന് എഴുതിക്കൂടെ. എന്ന് പറഞ്ഞാൽ z minus a is equal to r e raised to a theta. അതിൽ നിന്ന് നമുക്ക് z ഈക്വൽ ടു എ പ്ലസ് ആർ ഇ റൈസ് ടു എ തീറ്റ അല്ലേ. ഇനി രണ്ട് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ബാറിലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, അത് പി ഓ ഇന്റഗ്രൽ പി ഓഫ് ഇസഡ് ഡി ഇസഡ് ബാർ ആണ്. അപ്പോൾ ഇസഡ് ബാറിനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എ ബാർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, ഒരു കോംപ്ലക്സ് കോൺസ്റ്റന്റ്, അതാണ് നമ്മൾ എ ബാർ എന്ന് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ ഒരു ഐ എടുത്തു കഴിഞ്ഞാൽ അതിന് കോൺജുഗേറ്റ് ഇല്ലേ, മൈനസ് എ. അതേപോലെ ഒരു കോംപ്ലക്സ് നമ്പർ ആണ് സ്മോൾ എ എന്ന് പറഞ്ഞാൽ. അപ്പൊ 0 പ്ലസ് ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു മൈനസ് ഐ ഡി തീറ്റ അല്ലേ. അപ്പോൾ ഡി ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ആർ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി ഈ പി ഓഫ് ഇസഡിലും നമ്മൾ ഇസഡ് മൈനസ് എക്ക് പകരം ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ആർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എല്ലാം ക്യാപിറ്റൽ ആർ യൂസ് ചെയ്തിരിക്കുന്നത്. മോഡ് ഇസഡ് മൈനസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ അല്ലേ സർക്കിൾ, അതുകൊണ്ടാണ് ഇസഡ് മൈനസ് എക്ക് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കണം, ആർ ഇ റൈസ് ടു ഐ തീറ്റ. അപ്പൊ a0 പ്ലസ് a1 ഇൻറ്റു ഇസഡ് മൈനസ് എക്ക് പകരം ആർ ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് a2 ഇൻറ്റു ഇസഡ് മൈനസ് എ ഹോൾ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ഇ റൈസ് ടു 2i തീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് an ആർ റൈസ് ടു n ഇ റൈസ് ടു in തീറ്റ അല്ലേ. ഇനി ഈ പി ഓഫ് ഇസഡിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ഇസഡ് ബാറിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് സൈഡിലും ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ C P of Z dz bar is equal to integral 0 to 2 pi a0 plus a1 r e raised to I theta plus a2 r square e raised to 2i theta plus etc plus an rn e raised to in theta അല്ലേ. ഇൻറ്റു ഇതിപ്പം ഡി തീറ്റ, പി ഓഫ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബാറും കൂടെ വരണ്ടേ. ആ ഡി ഇസഡ് ബാറിന് പകരമാണ് മൈനസ് ഐ ആർ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഡി തീറ്റ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇനി അതിൽ മൈനസ് ഐ ആർ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പുറത്തിട്ടു. ബാലൻസ് ഇന്റഗ്രൽ 0 to 2 pi a0 e raised to minus i theta plus a1 r plus a2 r square e raised to i theta plus etc plus an rn e raised to i into n minus 1 theta. ഓക്കെ, ഇനി n നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസുകളിലെല്ലാം ഇന്റഗ്രൽ 0 to 2 pi e raised to in തീറ്റയുടെ വാല്യൂ 0 ആണ് അല്ലേ. അങ്ങനെ ഒരു ജനറൽ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഐ ആർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi a1 r d തീറ്റ. കാര്യം ബാക്കി എല്ലാ കേസുകളും n 0 ആവണ കേസുകളിൽ മാത്രമേ നോൺ സീറോ വരൂ, ബാക്കി എല്ലാ കേസുകളിലും ഫംഗ്ഷൻ വാല്യൂ 0. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രലിനെ മൈനസ് ഐ ആർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi a0 e raised to minus i theta d theta പ്ലസ് ഇന്റഗ്രൽ 0 to 2 pi a1 r d theta plus integral 0 to 2 pi a2 r square e raised to i theta
plus etc. plus integral 0 to 2 pi an r raised to n e raised to I into n minus 1 theta d theta. നമ്മൾ ഓരോ ഇന്റഗ്രലിനെ അപ്ലൈ ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഇതില് ഈ ഇ റൈസ് ടു പവറിൽ 0 വരുന്നത് ഒഴികെ ബാക്കി എല്ലാ ടേംസും 0 ആയിപ്പോയി. അപ്പൊ ലാസ്റ്റ് ഈ രണ്ടാമത്തെ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഇന്റഗ്രൽ 0 to 2 pi a1r d theta എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തുള്ള മൈനസ് ഐ ആർ. നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് ഐ എ വൺ ആർ സ്ക്വയർ കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുത്തു, ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi d theta. ഇന്റഗ്രൽ 0 to 2 pi d theta എന്ന് പറഞ്ഞാൽ എന്തുവാ, തീറ്റ അല്ലയോ? അപ്പം മൈനസ് ഐ എ വൺ ആർ സ്ക്വയർ ഇൻറ്റു theta within the limit 0 to 2 pi. So that is minus ia1 r square into 2 pi minus 0. That's equal to minus I 2 pi r square into p dash a. A polynomial derivative. അതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a1 എന്ന് പറയുന്നതല്ലയോ p dash a എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ടേംസും 0 ആയി പോയില്ലേ ഇവിടെ. അപ്പൊ പിന്നെ ഇത് മാത്രമല്ലേ എക്സിസ്റ്റ് ചെയ്തോളൂ. ഇവിടെ യൂസ് ചെയ്ത റിസൾട്ടുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. റിസൾട്ടുകളെല്ലാം ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എഴുതി പഠിക്കും. 2-3 പ്രോബ്ലംസും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, താങ്ക് യു.